മാർക്കറ്റിൽ തന്നെ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് 1 സീരീസ് പാനലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എൻ ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോ സൺലൈറ്റ് പെർഫോമൻസ് കൂടുകയും മാക്സിമം ഔട്ട്പുട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറിൽ വരെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടും പാനലിന്റെ ബാക്ക് സൈഡിലേക്ക് റേഡിയേഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ സിസ്റ്റം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ എൻ ടൈപ്പ് പാനൽ ചെയ്യുമ്പോൾ ഉള്ളൊരു വേറൊരു ചലഞ്ച് എന്ന് വെച്ചാൽ വോൾട്ടേജ് കുറവും ആംബിയർ കപ്പാസിറ്റി കൂടുതലുമാണ് ഈ പാനൽസിലെല്ലാം വരുന്നത്. നമ്മളിവിടെ അതിന് യോജിച്ച രീതിക്കുള്ള ഹലോ എവരിവൺ, സോളാക്കാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കിലാണ്. മിറാസ് സാറിൻ്റെ വീട്ടിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു 3 കിലോവാട്ടിൻ്റെ എലിവേറ്റർ സ്ട്രക്ചറിൽ ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ എന്ന് പറയുന്നത് ടോപ്പ് കോൺ പാനലാണ്. മാർക്കറ്റിൽ തന്നെ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് 1 സീരീസ് പാനലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അദാനിയുടെ 565 വാട്ട്സിൻ്റെ എൻ ടൈപ്പ് പാനൽസാണ്. ഈ ടോപ്പ് കോൺ എന്ന് പറയുന്നത് എൻ ടൈപ്പ് ഡോപ്പിംഗ് ടെക്നോളജിയാണ് ഈ ടോപ്പ് കോൺ എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഉണ്ടായിരുന്നത് പി ടൈപ്പ് ടെക്നോളജി ആയിരുന്നു. എൻ ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോ സൺലൈറ്റ് പെർഫോമൻസ് കൂടുകയും അതുപോലെ നോർമലി ഒരു 20.5 ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്ന പി ടൈപ്പ് പാനൽസിനേക്കാളും അറൗണ്ട് ഒരു 1 to 2% വരെ ഔട്ട്പുട്ട് കപ്പാസിറ്റി ഉള്ള പാനൽസാണ് എൻ ടൈപ്പ് ടോപ്പ് കോൺ പാനൽസ്. ഇനി അങ്ങോട്ട് വരുന്ന ടെക്നോളജികളെല്ലാം ഇപ്പോൾ ആസ് ഓഫ് നൗ സോളാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എൻ ടൈപ്പ് സോളാർ പാനൽ എന്ന് പറയുന്നത്. അദാനി എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അദാനിയാണ് ആദ്യമായിട്ട് എൻ ടൈപ്പ് ടെക്നോളജിയിലെ DCR പാനൽസ് ഇറക്കിയത്. DCR എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ്. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പാനൽസ് വെച്ചിട്ട് മാത്രമേ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് മീൻസ് ഇന്ത്യയിൽ തന്നെ മോഡ്യൂളും അതുപോലെ സെല്ലും എല്ലാം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത പാനൽസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് സബ്സിഡിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളിപ്പോൾ സബ്സിഡിയിൽ കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. എൻ ടൈപ്പ് ടോപ്പ് കോൺ പാനൽ വെച്ചിട്ട് MNRയുടെ DBT സ്കീമിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഈ എൻ ടൈപ്പ് പാനൽ ചെയ്യുമ്പോൾ ഉള്ളൊരു വേറൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇതിന് ഹൈ ആംബിയർ റേറ്റിംഗ് ഉള്ള പാനൽസാണ്. അറൗണ്ട് ഒരു 15 ആംബിയർ 16 ആംബിയർ വരെയൊക്കെ പീക്ക് പെർഫോമൻസ് ഔട്ട്പുട്ട് കയറുന്നതാണ്. മാർക്കറ്റിലുള്ള കുറച്ച് ഇൻവെർട്ടേഴ്സ് മാത്രമേ നമുക്കിപ്പോൾ 15 ആംബിയറിന് എബവ് ഉള്ള പാനൽസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈ എന്നുള്ള ബ്രാൻഡിനെയാണ്. നമ്മൾ കൂടുതൽ ഇൻസ്റ്റലേഷൻസിൽ ഗ്രോ വാട്ടർ സോഫാർ എന്തെങ്കിലും ബ്രാൻഡുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ഈ ആംബിയർ റേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടേഴ്സ് ഇനി മാർക്കറ്റിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇതിവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 20 ആംബിയർ വരെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതൊരു ഫ്രണ്ട് എലിവേഷനൊക്കെ ആയിട്ട് ഓടൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇനിഷ്യൽ ഡിസ്കഷനിൽ നമുക്ക് ഈ ഫ്ലാറ്റിൽ ചെറിയൊരു 4 feet ഹൈറ്റിൽ വെക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ മിറാസ് സാർ പറയും ഇതുപോലെ ലിഫ്റ്റ് ചെയ്ത് വെച്ചാലുള്ള പെർഫോമൻസിനെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളിവിടെ എലിവേറ്റർ സ്ട്രക്ചറിലേക്കാണ് പോയത്. ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്തൊന്നും താഴെ ഈ വൈറ്റ് പെയിന്റ് ഇല്ല. ഇതിപ്പോൾ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് മാക്സിമം ഔട്ട്പുട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറിൽ വരെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടും പാനലിൻ്റെ ബാക്ക് സൈഡിലേക്ക് മാക്സിമം റേഡിയേഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ സിസ്റ്റം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഈ പാനൽസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആകെ 4 പോസ്റ്റിലാണ് ഈ എൻ്റെ സ്ട്രക്ചർ നിൽക്കുന്നത്. ഫ്ലോറിൽ നിന്നും ഒരു ബേസ് പ്ലേറ്റ് വെച്ച് ആങ്കർ ബോൾട്ട് ചെയ്ത് അത് നേരെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറിലേക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 6 ലെഗിൽ ചെയ്യാം, അല്ലെങ്കിൽ 8 ലെഗിൽ ചെയ്യാം. നമ്മൾ കുറച്ച് ഗേജുള്ള പൈപ്പുകൾ യൂസ് ചെയ്ത് മാക്സിമം താഴത്തെ ഏരിയ കുറച്ച് ലിവറേജ് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. 6 പാനൽ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഈ റൂഫിൻ്റെ ഏരിയ മാക്സിമം നഷ്ടപ്പെടാത്ത രീതിക്കാണ് നമ്മൾ ഇവിടുത്തെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ പാനൽസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, നടുക്കൂടി ചെറിയൊരു ഗ്യാപ്പ്, ഒരു ക്ലീനിങ് ആക്സസ് കിട്ടത്തക്ക രീതിയിൽ ചെറിയൊരു 40 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലെഗ്സിൻ്റെ ഫാബ്രിക്കേഷൻ സമയത്ത് ടുവേർഡ്സ് നമ്മളുടെ പാരപ്പറ്റിൽ നിന്ന് ഒരു സൈഡ് സപ്പോർട്ട് കൂടി എടുത്തിട്ട് മാക്സിമം സ്ട്രക്ചർ സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൗത്ത് സൈഡ് ലെഗാണ്. ഇവിടെ ഒരു 2 മീറ്റർ ഹൈറ്റും ബാക്ക് സൈഡ് അറൗണ്ട് ഒരു 2.6 മീറ്ററോളം
പൊക്കിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ബൈഫേഷ്യൽ പാനലായാലും അത് നോർമൽ ഒരു 4 ഫീറ്റ് ഹൈറ്റ് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയില്ല. മിനിമം ഒരു 1.5 മീറ്ററെങ്കിലും ലിഫ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൽ വെച്ചാൽ മാത്രമേ ബൈഫേഷ്യലിൻ്റെ പ്രോപ്പർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് പ്രാക്ടിക്കലി ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ട് ഞങ്ങൾക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ്. 3 കിലോവാട്ടിൻ്റെ പാനലിൽ നമുക്ക് 17-18 യൂണിറ്റ് കിട്ടുന്നുണ്ട്. ഈവൻ ഈ സൈറ്റിലെ ഔട്ട്പുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 17-18ഓളം യൂണിറ്റ് പെർ ഡേ ആവറേജ്. ഞാൻ ഈ സൈറ്റിൻ്റെ ജനറേഷൻ കാണിച്ചു തരാം. നമുക്കൊരു 17-18ഓളം നമുക്കൊരു ആവറേജ് പീക്ക് പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 11 മണിക്കാണ്. അറൗണ്ട് ഒരു 2700 വാട്ടോളം ലൈവ് ഔട്ട്പുട്ട് നമുക്ക് ഈ പാനലിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ ലോണും അതുപോലെ നല്ല അടിപൊളി ഒരു ഫ്രണ്ട് എലിവേഷനുള്ള വീടാണിത്. ഇതിൻ്റെ ഒരു തൊട്ട് സൈഡൊക്കെ ഒരു നോർത്ത് സൈഡിലേക്കുള്ള ഫ്ലാറ്റ് റൂഫ് ഏരിയയിലാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് പാനൽ വെച്ചിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ പാനൽസിൻ്റെ വിഷയമാണ് കണ്ടത്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ സൈഡിലേക്ക് പോകാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ 3 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 20 ആംപിയർ വരെ നമുക്ക് DC ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു ടോപ്പ് കോൺ പാനൽസ്, ഇനിയിപ്പോൾ വരുന്ന പാനൽസ് എല്ലാം അറൗണ്ട് ഒരു 15 ആംപിയറിന് മുകളിലായിരിക്കും. 17-18 ആംപിയറുള്ള പാനൽസൊക്കെയാണ് ഇനി നമ്മുടെ പൈപ്പ് ലൈൻസിൽ ഉള്ളത്. 560-ൻ്റെയും 600 വാട്ടിൻ്റെയും പാനൽ വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഹൈ ആംബിയർ കപ്പാസിറ്റി ഇൻപുട്ട് എടുക്കാവുന്ന ഇൻവെർട്ടർ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ N ടൈപ്പ് പാനലായതുകൊണ്ട് നമ്മൾ ഈ സൈറ്റിൽ ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ 3 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ ചൂസ് ചെയ്തത്. N ടൈപ്പ് പാനലിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് കുറവും ആംബിയർ കപ്പാസിറ്റി കൂടുതലുമാണ് ഈ പാനൽസിലെല്ലാം വരുന്നത്. നമ്മളിവിടെ അതിന് യോജിച്ച രീതിക്കുള്ള DC DBയും അതുപോലെ AC ഔട്ട്പുട്ട് പോകത്തക്കുള്ള AC DBയും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 32 ആംപിയർ വരെ AC ഇൻപുട്ട് ക്യാരി ചെയ്യത്തക്ക രീതിയിലുള്ള AC DB ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ ഒരു കൂര ടൈപ്പ് ആണെങ്കിലും ഈ വീടിന് 2 ഫ്ലാറ്റ് റൂഫ് ഏരിയ ഉണ്ടായിരുന്നു. നോർത്ത് സൈഡ് ഉണ്ടായിരുന്നു, സൗത്ത് സൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ മീറ്റേഴ്സ് എല്ലാം വരുന്നത് നമ്മുടെ KCB സൈഡ് മീറ്റർ വരുന്നത് നോർത്ത് സൈഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നോർത്ത് ഏരിയയിലേക്ക് പാനൽ എലിവേഷൻ പ്ലാൻ ചെയ്തത്. നമ്മൾ സൗത്തും ചെയ്യാൻ പറ്റും, പക്ഷേ സൗത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ DC ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത്രയും ലോസസ് നമുക്ക് വരും. ഏറ്റവും മിനിമം ലോസിൽ ഏറ്റവും മിനിമം DC ലൈനിൽ പാനൽസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം അത്രയും നമുക്ക് എഫിഷ്യൻസി അവിടെ കൂടുതൽ കിട്ടും. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ KCB ഡിപ്പാർട്ട്മെൻറ്റാണ്. പൂച്ചാക്കൽ സെക്ഷനിലുള്ള KCB ഓഫീസേഴ്സാണ് നമുക്ക് ഇവിടുത്തെ സപ്പോർട്ടെല്ലാം ചെയ്തു തന്നത്. അവർ വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആയിരുന്നു. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്യുകയും വിത്തിൻ 4 ഡേയ്സ് നമുക്ക് ഈ സിസ്റ്റം കണക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് കണക്ഷൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 15 യൂണിറ്റിന് നഷ്ടം ഉണ്ടാകുക. അത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു മാസം വരെയൊക്കെ ഡിലേ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഇത്രയും ഡിലേ വരുമ്പോഴേക്കും അത്രയും ഒരു എനർജി ലോസ് ആണ് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഈൽഡ് കിട്ടാതെ പല സെക്ഷനിലും കുറച്ചുകൂടി സ്പീഡായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ പൂച്ചാക്കൽ സെക്ഷൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരൊരു പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് അവരോട് വളരെ നന്ദിയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ടോപ്പ് കോൺ പാനൽ വെച്ചുള്ള ഒരു ഇൻസ്റ്റലേഷൻ എലിവേറ്ററുള്ള ഇൻസ്റ്റലേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ വരെയായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാക്കാട്. താങ്ക് യു.